നമ്മളിൽ നിന്ന് സേവനം അനുഷ്ഠിച്ച് തിരിച്ചു വന്ന വീര ജവാന്മാരെ ഈ വേദിയിൽ നമ്മൾ ആദരിക്കുകയാണ്. ആദ്യമായി മേജർ KC ജോൺ സാർ അവർ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. KC ജോൺ സാർ. അടുത്ത് ശ്രീ കർപ്പുണ്യേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ മധുവേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ അശോകൻ ചിറ്റേക്കർ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ശിവേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ രാജകൃഷ്ണനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഹരിദാസ്, ശ്രീ പ്രസന്നൻ അവർ ഈ രാജ്യത്തിന് വേണ്ടി അഹോരാത്രം നമുക്ക് വേണ്ടി പോരാടി സേവനം അനുഷ്ഠിച്ച് തിരിച്ചു വന്ന ധീരന്മാരായ ജവാന്മാരാണ്. അവരെ ഭാരതീയ ജനതാ പാർട്ടി ഭക്താനോട് ആദരിക്കുന്നു. അടുത്തതായി ഈ എളനാടിന്റെ യശസ് ഈ കേരളം മുഴുവൻ ഉയർത്തിപ്പിടിച്ച കലാകാരന്മാരാണ്. ശ്രീമാൻ ചന്ദ്രൻ എളനാട് പിൻവാദ്യയിലും ചന്ദ്രവാദ്യയിലും കുലപതി ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ആ കലാകാരനായിട്ടുള്ള ശ്രീമാൻ ചന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. ഉപഹാരം നൽകി ചേച്ചി സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ പോലും തന്റെ പ്രാവീണ്യം തെളിയിച്ച തിരുമലവാദിയുടെ കുലപതി ശ്രീ കണ്ണൻ എളനാട് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കണ്ണന് ഉപഹാരം നൽകുന്നു. താളവാദ്യത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ശ്രീ കണ്ണനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഈ പ്രതിസന്ധിയുള്ള പാരിസ്ഥിതിക അവസ്ഥയിലും കാർഷിക മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രവാസി കൂടിയായി, അതായത് തൻ്റെ 6 മാസം പ്രവാസ ജീവിതവും 6 മാസം നാട്ടിലും, അങ്ങനെ പ്രവാസ ജീവിതത്തിനിടയിലും കാർഷിക മേഖലയിൽ തൻ്റെതായ വ്യക്തിത്വം പതിപ്പിച്ച ശ്രീ മുരളീകൃഷ്ണൻ അവരുടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുരളീജിക്ക് ആദരം. ക്ഷീര കർഷകനായിട്ടുള്ള ശ്രീ രാമദാസ് ജി, അതുപോലെ തന്നെ ആശാ വർക്കർമാരായിട്ടുള്ള ശ്രീ സാവിത്രി ചേച്ചി, മാതൃകാപരമായി നമ്മുടെ ഈ മേഖലയിൽ ആശാവർക്കറുടെ പ്രവർത്തനം നടത്തി നമ്മുടെ നാടിന് മാതൃകയായ ശ്രീമതി സാവിത്രി ചേച്ചിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ തന്റെ ബിസിനസ്സും അതിനിടയിൽ കൃഷിയും ഒക്കെ വളരെ ഒരു വീട്ടമ്മയായിരിക്കുമ്പോഴും തന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് കൃഷി ചെയ്ത് പലതരം കാർഷിക മേഖലയിൽ അവാർഡുകൾ വാങ്ങിയ ശ്രീമതി സിമി സാബു അവരുടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിമി സാബു 70 വയസ്സ് കഴിഞ്ഞും തന്റെ ഉപജീവനം വിഭാവനം ചെയ്ത തൊഴിലിലൂടെ മാതൃകാപരമായ തൊഴിലുറപ്പ് തൊഴിലാളിയായിട്ടുള്ള ശ്രീമതി മാധവിയമ്മയെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം 36 വർഷമായി അധ്യാപന ജീവിതത്തിൽ കുട്ടികളുടെ അറിവ് പകർന്നു കൊടുത്ത് ഗുരുസ്ഥാനികളായി പ്രവർത്തിക്കുകയും കിള്ളിമംഗല ഗവൺമെന്റ് UP സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആവുകയും മലയാള ബ്രാഹ്മണ സമാജത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ച ശാന്തകുമാരി ടീച്ചർ അവരുടെ ഭക്താദരപൂർവ്വം ഈ ഉപഹാരം വാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു.
ശാന്തകുമാരി ടീച്ചർ നമ്മുടെ നാടിനും സമൂഹത്തിനും ഒരു മാതൃകയാണ്. ആ ടീച്ചറിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇനി ഈ ഇളനാടിൽ ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊള്ളുന്നതിന് മുൻപ് ഭാരതീയ ജനസംഘത്തിൽ പ്രവർത്തിക്കുകയും രണ്ടുപേര് പോലും ഇല്ലാതിരുന്ന കാലത്തും ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ പതാക ഉയർത്തിപ്പിടിച്ച് ഈ ഇളനാടിന്റെ മണ്ണിൽ BJPക്ക് അല്ലെങ്കിൽ ഭാരതീയ ജനസംഘത്തിന് ഒരു പ്രവർത്തന മേഖല സൃഷ്ടിച്ച് നമ്മുടെ മുമ്പിൽ മാതൃകയായ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുസ്വാമിയായിട്ടുള്ള ആരുമില്ലാത്ത കാലത്ത് ഒറ്റയ്ക്ക് തോളിൽ കൊടിപിടിച്ച് ഭാരത് മാതാക്കി ചെയ്തുപിടിച്ച് ഈ എറണാകുളത്തെ മണ്ണിലൂടെ സഞ്ചരിച്ച സ്വാമി ഗുരുസ്വാമി ഇവിടുത്തെ ഏറ്റവും ആദ്യകാല BJP RSS പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ചേച്ചി ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ മാധവൻ വെണ്ണൂരിന്റെ മണ്ണിൽ RSSന്റെ പ്രവർത്തനത്തിൽ തുടക്കം കുറിക്കുകയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് കോൺഗ്രസ് കാപാലികന്മാരുടെ അതിക്രൂരമായ പീഡനങ്ങൾക്കിരയായിക്കൊണ്ടും ഈ പ്രവർത്തനം ഈ നാട്ടിൽ കെട്ടിപ്പടുക്കുവാൻ അഹോരാത്രം പരിശ്രമിച്ച ശ്രീ മാധവനെ പ്രത്യാദരവോടെ ആദരിക്കുന്നു. അടുത്തതായി ആര്യചോട്ടിൽ നിന്ന് ഈ പ്രവർത്തനത്തിൽ സുന്ദരൻ എന്ന് പറഞ്ഞ BJP സുന്ദരൻ എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട അരവിന്ദാക്ഷേത്രൻ, ആ അരവിന്ദാക്ഷേത്രനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിന്റെ ഈ പ്രവർത്തന മേഖലയിൽ നമുക്ക് മുൻഗാമികളായി നമുക്ക് മാതൃകയായ ശ്രീമാൻ പ്രഭാകരൻ മാചാര്യ അവർ, ശശി, ശ്രീ അയ്യപ്പൻ വെണ്ണൂർ, ശ്രീ കുട്ടൻ പെരുത്തിപ്പത, ശ്രീ പ്രസന്ന ശശി എന്നിവരെ ആദരിക്കുന്നു. കുട്ടനും പെരുത്തിപ്പത. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. എറണാകുളത്തെ വിവിധ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടിട്ടുള്ള കുറച്ച് ആളുകളിൽ നിന്ന് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുന്നതിന് തയ്യാറായിട്ടുണ്ട്. അവർക്കുള്ള അംഗത്വ സ്വീകരണമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ആദ്യമായിട്ട് ശ്രീ സുധാകരൻ മാഷ് രാമൻചെട്ടി, അദ്ദേഹം അധ്യാപകനായിരുന്നു, ഇപ്പോൾ റിട്ടയർഡാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ശ്രീ ഷിബു അടിച്ചതക്കള, ശ്രീ ഷിജു കേരള, ശ്രീ ഷിജു അടിച്ചതക്കള, ശ്രീ അനിൽ നരിക്കൂട്, ശ്രീ മുരളീധരൻ നവേശത്ത്, ആര്യചോട്ടിലെ ശ്രീ രാജശേഖരൻ വേദിയിലേക്ക് വരിക, മാണിക്യൻ വെണ്ണൂർ മാണിക്യൻ, ശ്രീ കണ്ണൻ കോവിലകളം, ശ്രീ മാധവൻ കോവിലകളം, ശ്രീ പ്രദോഷ് കോവിലകളം, സുന്ദരൻ
കരിയാറക്കോട്, ശ്രീ സുന്ദരൻ കരിയാറക്കോട്, ശ്രീ ബാലകൃഷ്ണൻ ആലഞ്ചോട്, ശ്രീ ബാലകൃഷ്ണൻ, ശ്രീ രാജൻ കാനാശ്ശേരി, ശ്രീ രാജൻ തൃക്കണായ, രാജേട്ടൻ തൃക്കണായ, ശ്രീ സന്തോഷ് കാനാശ്ശേരി, ശ്രീ കണ്ണൻ കരിയാറക്കോട്. ഈ പേര് വിളിച്ച ആളുകൾ ഈ വേദിയിലേക്ക് വരണം. അത് ആരും പോയിരുന്നത് ഇവിടെ നിൽക്കണം. ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടോ? ശ്രീ കെ പി പൗലോസ്, ശ്രീ കെ പി പൗലോസൻ. ഒന്നുകൂടി ഞാൻ വിളിക്കാം. ശ്രീ അനിൽ നെരിക്കുണ്ട്, മുരളീധരൻ വെസത്ത്, ശ്രീ രാജശേഖരൻ, മാണിക്യൻ ബന്ധു, കണ്ണൻ ഗോവിന്ദൻ, മാധവൻ ഗോവിന്ദൻ, ശ്രീ സുന്ദരേട്ടൻ കരിയാറക്കോട്, ബാലകൃഷ്ണൻ ആലഞ്ചോട്, ശ്രീ പ്രദോഷ് ഗോവിന്ദൻ, ഷിജു ഷിബു, ശ്രീ രാജൻ കാനാശ്ശേരി, ശ്രീ രാജൻ തൃക്കണായ, ശ്രീ കണ്ണൻ കരിയാറക്കോട്, ശ്രീ സന്തോഷ് കാനാശ്ശേരി, ശ്രീ കെ പി പൗലോസ്, ശ്രീ സുധാകര മാഷ്, ഷാജി സി ടി അടിച്ചറ, ശ്രീ ഷാജി സി ടി അടിച്ചറ. ഇത്രയും ആളുകൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ മേഖലയിൽ നമ്മുടെ സംഘടനയ്ക്ക് ശക്തി പകരുന്നതിന് വേണ്ടി നമ്മോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ളതാണ്. അവർക്കെല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की. എല്ലാവരും നമ്മൾ ഫോട്ടോ എടുക്കാം. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ചു വേണം പിരിഞ്ഞു പോകാൻ. എല്ലാവർക്കുമുള്ള ഭക്ഷണം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ പരിപാടിക്ക് ശേഷം നന്ദി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പോകുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിക്കും. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് പിരിഞ്ഞു പോകേണ്ടത്.